പൂരലഹരിയിലാണ് ശക്തന്റെ തട്ടകം. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊട്ടിക്കയറി. പഞ്ചവാദ്യത്തിന് ശേഷം പാറമേക്കാവ് ഭഗവതിയുടെ പുറപ്പാടിനും ജനസാഗരങ്ങൾ സാക്ഷിയായി. ക്ഷേത്രഗോപുര നട തുറന്ന് പാറമേക്കാവ് ഭഗവതി പുറത്തിറങ്ങിയതോടെ ചെമ്പടമേളവും കൊട്ടിക്കയറി. 2 മണിയോടെയാണ് ഇലഞ്ഞിത്തറ മേളം. അതിനുശേഷം തെക്കോട്ടിറക്കം നടക്കും. കുടമാറ്റം ഉൾപ്പെടെ പൂരത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, പറയൂ, പൂരാവേശം. പൂരാവേശം അങ്ങനെ ഉച്ചസ്ഥായിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മേടച്ചൂട് അതിനേക്കാൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു തൃശ്ശൂർ പേരൂരിൽ എന്ന് പറയേണ്ടി വരും. അതിശക്തമായിട്ടുള്ള വേനലാണ്, അതിശക്തമായിട്ടുള്ള ചൂടാണിപ്പോൾ. പക്ഷേ ഈ ചൂടിനെയും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പൂരാവേശമാണ്, പൂരച്ചൂടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും അതുപോലെ തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. പിന്നീട് ഇപ്പോൾ തിരുവമ്പാടിയുടെ പൂരപ്പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാറമേക്കാവിൻ്റെ പൂരപ്പുറപ്പാട്. പാറമേക്കാവിൻ്റെ പൂരപ്പുറപ്പാട് എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ്. സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഭഗവതി, പാറമേക്കാവ് ഭഗവതി തൻ്റെ പ്രജകളെ കാണാൻ ഒരു രാജ്ഞി എന്ന് തോന്നുന്ന തരത്തിൽ തന്നെ സർവാഭരണ വിഭൂഷിതയായി 15 ആനപ്പുറത്ത് പുറപ്പെടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ചുവപ്പും പച്ചയും കുടയുടെ പശ്ചാത്തലത്തിൽ ഒരു വെൺമേഘങ്ങളെ പോലെ ആനപ്പുറത്ത് വീശി മായുന്ന ആ ഒരു വെഞ്ചാമരത്തിൻ്റെയും എല്ലാം തന്നെ ആ ഒരു അനുഭൂതിയിൽ പാറമേക്കാവ് ഭഗവതി ഒരു രാജ്ഞിയെപ്പോലെ സർവാഭരണ വിഭൂഷിതയായി ഇറങ്ങി വരുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുടമാറ്റത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കുടകളാണ് എനിക്ക് പുറകെ ഇങ്ങനെ അണിനിരന്നിരിക്കുന്നത്. തെക്കേ ഗോപുര നടയിൽ ആ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കുടകളെല്ലാം തന്നെ അണിനിരന്ന് കഴിഞ്ഞു. ഇത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ഗിരീഷേട്ടൻ നമ്മോട് കഴിഞ്ഞ തവണ പറഞ്ഞത് ഇത്തവണ കുടകളുടെ എണ്ണം ഏറെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ കണ്ണിമ ചെമ്മാതെ കാത്തുനാൾ മാത്രമേ തിരുവമ്പാടിയുടെ ഓരോ കുടയുടെയും സൗകുമാര്യം, ഓരോ കുടയുടെയും ഭംഗി ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഗിരീഷേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവമ്പാടിയുടെ ഗജനിരയ്ക്ക് മുകളിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കണ്ണിമ ചിമ്മാതെ തന്നെ കാത്തുനിന്നാൽ ഈ കുടകളെല്ലാം തന്നെ വിരിയുന്നതും മാറി മറിയുന്നതുമെല്ലാം തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. തെക്കേ ഗോപുര നടയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കുടകളെല്ലാം തന്നെ അണിനിരന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയിട്ടാണ്. പാറമേക്കാവ് ഭഗവതി ആ സർവാഭരണ വിഭൂഷിതയായി ഒരു രാജ്ഞിയെ പോലെ എഴുന്നള്ളി വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരനട വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ എഴുന്നള്ളിപ്പ് ഇലഞ്ഞിത്തറയിൽ എത്തുകയും അവിടെ നിന്ന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. 300-ൽ പരം കലാകാരന്മാർ ലോകത്തെ എവിടെയും അനുകരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഒരൊറ്റ താളത്തിൽ ഒരൊറ്റ മേളത്തിൽ അങ്ങ് മുഴുകുകയും അതിനൊപ്പം നിൽക്കുന്ന ആ മേളക്കാർക്ക് കിടപിടിക്കുന്ന തരത്തിൽ നിൽക്കുന്ന ആ മേള ആസ്വാദകരെയും എല്ലാം നമുക്ക് ഇലഞ്ഞിത്തറയിൽ കുറച്ച് നിമിഷങ്ങൾക്കകം കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ആ പൂരക്കാഴ്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ ഘടകക്ഷേത്രങ്ങൾ എഴുന്നള്ളിപ്പ് എത്രത്തോളം ആവേശകരമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ എല്ലാ വർഷവും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് അതിമനോഹരം തന്നെയാകാറുണ്ടെങ്കിൽ പോലും ഇത്തവണ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇങ്ങ് എത്തിയപ്പോൾ ഈ കുടമാറ്റത്തിന് സമാനമായിട്ടുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു ഇപ്പോൾ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ആ സമയത്ത് കണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ടതാണ്. അത് സാക്ഷ്യം വഹിച്ചതാണ്. ജനം ടി വിയിലൂടെ പ്രേക്ഷകരെല്ലാം തന്നെ സാക്ഷ്യം വഹിച്ചതാണ്. ആ ഗജരാജ പെരുമ എങ്ങനെയാണ് ഒരു ഘടകപൂരത്തെ ഇത്ര സമ്പന്നമാക്കിയത് എന്നുള്ളത് സാക്ഷ്യമാണ്. ആ സാക്ഷ്യമാണ് നെയ്തലക്കാവ് ഭഗവതി വർഷങ്ങൾക്ക് മുമ്പ് ഈ തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജരാജനെ കൊണ്ടുവന്നപ്പോൾ എത്രത്തോളം ആ ചടങ്ങിൻ്റെ വ്യാപ്തിയും പ്രൗഢിയുമെല്ലാം മാറി എന്നുള്ളത് ആ കാഴ്ചയാണ്. ആ കാഴ്ച വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചു. അത് പക്ഷേ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പ് തൻ്റെ മസ്തകത്തിലേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയപ്പോൾ ആ ഘടകപൂരത്തിൻ്റെ മടങ്ങിപ്പോക്ക്, എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം സ്വന്തം തട്ടകത്തേക്കുള്ള ആ തിരിച്ചുപോക്കാണ് ഇത്രയും ഗംഭീരമായത് എന്നുള്ളതാണ്. അത് ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആ ഇറക്കം കാണാൻ,
ആ ഇറക്കം കാണാൻ ഇവിടെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ, ഭക്തജനങ്ങൾ, പൂരപ്രേമികൾ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുകയായിരുന്നു. ആ രാമൻ ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇറങ്ങുകയും ആ തുമ്പി ഉയർത്തി, സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ തുമ്പി ഉയർത്തി അഭിവാദ്യം ചെയ്തതോടുകൂടി ഇവിടെ നിന്നിരുന്ന പതിനായിരക്കണക്കിന് പൂരപ്രേമികൾ ആർത്തു വിളിക്കുകയാണ് ഉണ്ടായത്. രാമൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കൽ തിടമ്പേറ്റിയാൽ ആ മസ്തകം ഒന്ന് താഴണമെങ്കിൽ ആ തിടമ്പൊന്ന് ഇറക്കണം. അതുകൊണ്ട് തന്നെ ആ തിടമ്പ് ഏറ്റി ആ തല ഉയർത്തി നിന്ന ആ മസ്തകം ഉയർത്തിപ്പിടിച്ചുള്ള ആ രാമൻ്റെ നിൽപ്പ് കാണാൻ, ആ നിൽപ്പ് കണ്ട് കോരിത്തരികയായിരുന്നു ഇവിടെയുള്ള ഓരോ പൂരപ്രേമികളും എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഒരുപക്ഷെ ആ കാഴ്ച കണ്ട ഞാനടക്കം അത്തരത്തിൽ ആ കോരിത്തരിപ്പിൽ നിൽക്കുക തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഓരോരോ പൂരത്തിൻ്റെ ഓരോ വർഷം മുന്നേറുമ്പോഴും പൂരത്തിൻ്റെ വിവിധ ചടങ്ങുകൾ ഇങ്ങനെ കൂടുതൽ വിസ്തൃതമാവുകയും കൂടുതൽ പ്രൗഢിയാവുകയും ചെയ്യുകയാണ്. ഇത്രയും കാലം അതിന് ഇത്തരത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലുള്ള ഗജ ശ്രേഷ്ഠർ അതിന് പ്രാപ്തമാക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ പൂരം ഇത്തരത്തിൽ അസുലഭമായിട്ടുള്ള അത്തരം കാഴ്ചകളുടെ കൂടെ പൂരമായിരിക്കുന്നു 2025 പൂരം എന്നുള്ളതാണ്. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിയുടെ ആ ചുവന്ന ഷേഡോട് കൂടിയിട്ടുള്ള ആ അതിമനോഹരമായിട്ടുള്ള പാറമേക്കാവിൻ്റെ ഗോപുരമുണ്ട്. ആ ഗോപുരത്തിൽ ഇപ്പോൾ ആനകളെല്ലാം തന്നെ അണിനിരന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ തെക്കേ നടയിലാണ്, എനിക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ അതിൻ്റെ സമയമാണ്, ആ പുറപ്പാടിൻ്റെ സമയമാണ്. ആ പുറപ്പാട് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള പുറപ്പാടാണ്. ക്ഷേത്രത്തിനകത്ത് നിന്ന് പാണ്ടി കെട്ടി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെമ്പടയിലേക്കൊരു മാറ്റമുണ്ട്. ചെമ്പട കുത്തുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ചെമ്പട എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള രൗദ്രതാളം തന്നെയാണ് ചെമ്പട മേളം എന്ന് പറയുന്നത്. ആ ചെമ്പട മേളത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ കനത്ത ചൂടിൽ വെട്ടിത്തിളങ്ങുന്ന നെറ്റിപ്പട്ടത്തിൻ്റെയും കോലത്തിൻ്റെയും ഈ കുടകളുടെ അലക്കും തൊങ്ങലും എല്ലാം വെട്ടിത്തിളങ്ങുമ്പോൾ അതിന് നടുക്കിൽ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള പാറമേക്കാവ് ഭഗവതി ഇങ്ങനെ ഭഗവതിയുടെ തിടമ്പും കൂടി ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതോടുകൂടി ആ താഴെ ഗജനിരയ്ക്ക് താഴെ മേളകലാകാരന്മാരുടെ ചെമ്പട പെരുക്കം കൂടിയാകുമ്പോൾ അതിമനോഹരമായിട്ടുള്ള വലിയൊരു വിധാനത്തിലേക്ക് പൂരത്തിൻ്റെ കാഴ്ചകൾ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ചെമ്പട കൊട്ടിക്കൊണ്ട് അതിനുശേഷം നടപ്പാണ്ടി കൊട്ടി ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുകയും തെക്കേ ഗോപുര നടയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുകയും ഇലഞ്ഞിത്തറയിലെത്തുമ്പോൾ ഇലഞ്ഞിത്തറയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ഇലഞ്ഞിത്തറയിലാണ് പാറമേക്കാവ് ഭഗവതിയുടെ ആദ്യ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ചരിത്രത്തിൽ ആ ഐതിഹ്യം അങ്ങനെയാണ്. ആ ഇലഞ്ഞിത്തറയ്ക്ക് താഴെയാണ് പാറമേക്കാവ് ഭഗവതിയുടെ ആദ്യ ഇരിപ്പിടമുണ്ടായത്. അതിനുശേഷം പിന്നീട് വടക്കുനാഥ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു കാവിൻ്റെ സാന്നിധ്യമുള്ള പാറപ്പുറത്തേക്ക് ഭഗവതിയെ മാറ്റി പ്രതിഷ്ഠിച്ചു എന്നും അങ്ങനെ ഭഗവതിയായി മാറിയെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാറമേക്കാവ് ഭഗവതിയുടെ ആ എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ ഗോപുര വഴി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ച ആ ഇലഞ്ഞിത്തറയിലെത്തുമ്പോൾ ആ ചരിത്രശേഷിപ്പിൻ്റെ ആ ഐതിഹ്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇലഞ്ഞിത്തറയിലുള്ള ആ മേളം. ആ ഐതിഹ്യ പെരുമയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇലഞ്ഞിത്തറ മേളം എന്നുള്ളതാണ്. ആ ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ചെമ്പട മേളം പൂർത്തിയായാൽ ആ ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് കടക്കും. ഏതാണ്ട് 300-ൽ പരം കലാകാരന്മാർ ഒരേ താളത്തിൽ ഇങ്ങനെ ചെണ്ടപ്പുറത്ത് ഇങ്ങനെ മേളപ്പെരുക്കം തീർക്കുന്ന അത്യപൂർവമായ കാഴ്ച ലോകത്തെവിടെയും ഒരുപക്ഷെ അനുകരിച്ചാൽ പോലും സാധ്യമാകാത്ത ഒരു അനുഭൂതിയാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. ആ ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായി കഴിഞ്ഞാൽ മടത്തിൽ വരവ് കഴിഞ്ഞെത്തുന്ന തിരുവമ്പാടി ഭഗവതിയുടെ തെക്കോട്ടിറക്കമുണ്ടാകുന്നു. പാറമേക്കാവ് ഭഗവതിയുടെയും തെക്കോട്ടിറക്കമുണ്ടാകുന്നു. ആ തെക്കോട്ടിറക്കം പൂർത്തിയായാൽ ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച, ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള കാഴ്ച, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കാഴ്ച കുടമാറ്റം. ആ കുടമാറ്റത്തിലേക്ക് കടക്കുകയാണ് പിന്നീടുള്ള കാഴ്ച എന്ന് പറയുന്നത്. ആ കുടമാറ്റത്തിനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. കുടമാറ്റം ഏതാണ്ട് 7 മണിയോടുകൂടി 7:30 പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുടമാറ്റത്തിൻ്റെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സസ്പെൻസ് പൊളിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തിരുവമ്പാടിയുടെ ഈ കുട മാറ്റുന്ന കുടയുടെ കൂടെ എന്താണ് ഇത്തവണയുള്ള സസ്പെൻസ് എല്ലാം പറയാൻ ഇല്ല. ഈ കുടയ്ക്ക് കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ കുട എടുത്തു കൊടുക്കുന്നത്. ഞാൻ ഗിരീഷേട്ടനോട് സംസാരിച്ചപ്പോൾ ഇത്തവണ കുടകളുടെ എണ്ണം കൂടുതലാണ്. കുടകളുടെ എണ്ണം കൂടുതലാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുടകൾ ഇങ്ങനെ മാറ്റി വെക്കും. അങ്ങനെയൊക്കെ കുടമാറ്റം എല്ലാ വർഷവും ഇങ്ങനെ കുടമാറ്റത്തിന് ഇവിടെ തന്നെയാണോ?
കുടമാറ്റത്തിന് ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം എങ്ങനെ? ആ ഒരു വൈബ് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്രമിക്കുകയാണ്, കുറേ ആളുകൾ ഇങ്ങനെ അവിടെ വിശ്രമിക്കുന്നുണ്ട്. കുടമാറ്റത്തിന് വേണ്ടി അവരെല്ലാം തയ്യാറെടുക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. നമുക്ക് മടത്തിൽ വരവിൻ്റെ പൂർത്തിയായ കാഴ്ചകളുണ്ടാകും. ചെമ്പടയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കും തിരികെ പോകാം ഈ സമയം എന്ന് കരുതുന്നു.